ലോഡ്ജിന്റെ ഉടമസ്ഥനായ ദേവദാസും അതുപോലെ തന്നെ സുഹൃത്തുക്കളായ സുരേഷും റിയാസും ചേർന്ന് പീഡിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി യുവതി താൻ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നു. മുക്കത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടി 3 മാസമായിട്ടുള്ള അവിടെ ജോലി കയറിയിട്ട് ഈ ഒരു 3 മാസത്തിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ ഓണറായിട്ടുള്ള ദേവദാസ് വളരെ മോശപ്പെട്ട രീതിയിൽ പെൺകുട്ടിയെ സമീപിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അത് വലിയ കാര്യമാക്കിയില്ല, തന്റെ വീട്ടുകാരോട് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക് ടൈമിൽ റൂമിലിരുന്ന് മൊബൈൽ ഫോണിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി. ആ ഒരു സമയത്താണ് ഈ 3 പേര് റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി മൊബൈലിലെടുത്ത വീഡിയോ തെളിവായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ഇവർ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ എങ്ങനെയൊക്കെ ഓടി കൊതറി ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതാവാൻ സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷെ ഇവർ തന്നെ തള്ളി താഴെ ഇട്ടതാണെങ്കിലോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇവർ തന്നെയാണ്. ആശുപത്രി എത്തിച്ച് പോലീസുകാർ മൊഴിയെടുക്കാൻ വന്ന സമയത്ത് പെൺകുട്ടി പറയുകയാണ് ഇവരെന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞ് പോലീസുകാരുടെ മുന്നിലേക്ക് ആ ഒരു വീഡിയോ വെച്ച് കൊടുക്കാണ്ടായത്. എന്തായാലും ആ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണണം. ഈ നായിന്റെ മക്കളെയൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ 2 മുട്ടിന്റെ ഇടയിൽ അടിച്ച് പൊളിക്കണം. കാണാം. സ്വകാര്യ ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന യുവതിയുടെ താമസ സ്ഥലത്ത് ഞായറാഴ്ച രാത്രി കടന്നു ചെന്ന ലോഡ്ജിന്റെ ഉടമസ്ഥനായ ദേവദാസും അതുപോലെ തന്നെ സുഹൃത്തുക്കളായ സുരേഷും റിയാസും ചേർന്ന് പീഡിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി യുവതി താൻ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഈ പ്രതികൾ തന്നെ മുക്കത്തെ KMCT ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുന്നു. ഇതിനിടെയാണ് യുവതി പോലീസിനോട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചവർ തന്നെയാണ് തന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്ത് ധൈര്യത്തിലാണോ നമ്മളെ മക്കളെ, പെങ്ങന്മാരെ, നമ്മളെ ഭാര്യയെ ഇവരൊക്കെ എങ്ങനെ നമ്മളൊരു ജോലി സ്ഥലത്തേക്ക് വിടും? ഈ നാറുകളുടെ ഇടയിലേക്ക് നമ്മൾ എങ്ങനെയുള്ള ആളുകളാണ് ഈ ചുറ്റുവട്ടത്തുള്ളതെന്ന് അറിയില്ല. നമ്മൾ ജോലിക്ക് വിട്ടതിന് ശേഷം അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടതിന് ശേഷമാവും നമ്മൾ കാര്യങ്ങൾ അറിയുക. വല്ലാത്തൊരവസ്ഥ കേട്ടാ. ഈ നായ്ക്കളൊക്കെ ശരിക്കും ചെയ്യേണ്ടത് വെടിവെച്ച് തീർക്കുക വേണ്ടത്. ഇവിടെയുള്ള നിയമ സംവിധാനം ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ദേഷ്യം വരിക. ഈ പീഡന ശ്രമം നടത്തുന്ന ആളുകളെ പോലും വധശിക്ഷ കൊടുക്കാനുള്ള നിയമം വരണം. ഇത് കുറെ നാറികൾ ഇതിനെ ബാധിക്കാൻ വരും. വല്ലവരും വധിക്കാൻ ശ്രമിച്ചു തൂക്കിക്കൊല്ലാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുറെ നാറികൾ വരും. ഇപ്പൊ തന്നെ KR മീര എന്ന് പറഞ്ഞ എഴുത്തുകാരി ഗ്രീഷ്മ ചെയ്തത് ന്യായീകരിച്ച് കേട്ടില്ല നിങ്ങള്? അതാണ് അത്ര ക്രൂരകൃത്യം ചെയ്ത ഒരു ശരിക്ക് ഇതിനെ പറയേണ്ട മറുപടി ഇങ്ങനൊന്നുമല്ല. വളരെ ഇതായിട്ടാണ്. എന്തായാലും ആ ഒരു ക്ലിപ്പ്, ആ ഒരു പെൺകുട്ടി പബ്ജി കളിക്കുന്ന സമയത്താണ് അവർ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഒന്ന് കാണുക എന്തായാലും. അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാൻ കൊച്ചുണ്ടാക്കിയ നിന്നെ മാനം പോവും. കൊച്ചുണ്ടാക്കിയ നിന്നെ മാനം പോകും. കുട്ടി പബ്ജി കളിച്ചുകൊണ്ടിരിക്കണം. പബ്ജി കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആള് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ചോദിക്കുന്നുണ്ട്. അവർ പെൺകുട്ടി ചീറി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെയുള്ള ആളുകളാണ്, പേടിക്കേണ്ട, നീ ബഹളം വെച്ച് കഴിഞ്ഞാൽ നീ നാറും എന്നാണ് ആ നായി. ആരാണ് ആള്? എനിക്ക് തോന്നുന്നത് അതിന്റെ ഓണറാവും. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താടോ നമ്മുടെ നാട് പോണ പോക്ക് നോക്കടോ. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഇവിടുത്തെ നിയമങ്ങൾ അത് മാറ്റി എഴുതപ്പെടണം. ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ സ്പോട്ടിൽ എന്തിനാണ് കാലങ്ങളോളം തിന്നാൻ കൊടുത്തുകൊണ്ട് ഈ ജയിലിനകത്ത് കിടത്തുന്നത്? തൂക്കിക്കൊല്ലാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടത്തുകയാണ് അങ്ങോട്ട്. എന്നിട്ട് നമ്മളെ നികുതി പണം കൂടിയും കൊടുത്ത് നായിന്റെ മക്കളെ തീറ്റി പൊറ്റിക്കുകയാണ്. ശരിക്ക് സ്പോട്ടിൽ തീർക്കാനുള്ള പല പണി എടുക്കണം എന്റെ പൊന്നു സർക്കാരെ. ഈ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതിയിട്ട് ഇമാതിരി തെമ്മാരിത്തരം ചെയ്യുന്ന ആളുകളൊക്കെ തൂക്കിക്കൊന്ന് ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ അറിയട്ടെ. എന്നാലെങ്കിലും ഈ ഒരു പ്രവൃത്തി അവസാനിക്കുമല്ലോ. ശരീഅത്ത് നിയമമുള്ള സൗദി അറേബ്യയിൽ ഇത്ര വലിയ നിയമം ഉണ്ടായിട്ട് പോലും അവിടെ ക്രൂരകൃത്യം ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ ഇന്ത്യയിൽ ക്രൂരകൃത്യം ചെയ്യുക എന്താ ബുദ്ധിമുട്ടുള്ളത്? കുറെ ആളുകളുണ്ട്, അടൂര് കുളൂര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രതികൾക്ക് വേണ്ടിയിട്ട്, കുറ്റകൃത്യം ചെയ്ത ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഫാമിലിയിൽ ഒരു വൃത്തികേട് ചെയ്തിട്ട് അവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ സഹായിക്കണം പറഞ്ഞാൽ സഹായിക്കുന്നതാണ് അടൂരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയെങ്കിലും തിന്ന് ജീവിച്ചാൽ മതി, നായ്ക്കാട്ട തിന്നാലും ജീവിക്കും. ആ ഒരു രീതിയിലാണ് കുറെ നാറുകളും ജീവിച്ചിരുന്നോണ്ടിരിക്കുന്നത്. വളരെ മോശം. ഒരു 3 മാസത്തിന്റെ ഇടയിലാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ അവർ കാണുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യത്തിന് ചിലപ്പോൾ മറ്റേ കണ്ണിൽ കണ്ടിട്ടാവും ഇതിന്റെ ഓണറായിട്ടുള്ള മാറി ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നും ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിനൊക്കെ കൃത്യമായ നടപടികൾ വേണം. ആ പെൺകുട്ടി അതിന് മുകളിൽ ചാടി മരിക്കാൻ ശ്രമിച്ചതാണോ, ഇവൻ കൊണ്ടുപോയി ഇട്ടതാണോ ഒന്നും അറിയില്ല.
പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം പോലീസുകാർക്ക് മൊഴി കൊടുക്കുമ്പോൾ പറഞ്ഞത് എന്നെ ഇങ്ങ് കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇനി വീഡിയോ കാണിച്ചിട്ടും വല്ല കാര്യം ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അത്രക്ക് മോശമാണ്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ പെൺകുട്ടി മുക്കത്തെ ഒരു സ്വകാര്യ ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ലോഡ്ജ് ഉടമയായ ദേവദാസ് കഴിഞ്ഞ ഏതാനും നാളുകളായി പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തോടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പെൺകുട്ടിയുടെ മുറിക്കകത്തേക്ക് ഈ പ്രതികൾ അതിക്രമിച്ച് കയറുന്നത്. പെൺകുട്ടിയുടെ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി തന്റെ മൊബൈൽ ഫോണിൽ PUBG ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രതികൾ അതിക്രമിച്ച് കയറുന്നതും ലൈംഗിക അതിക്രമത്തിന് മുതിരുന്നതും. ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത്. തുടർന്ന് അപകടം പറ്റിയതറിഞ്ഞ പ്രതികൾ തന്നെ പെൺകുട്ടിയെ മുക്കത്തെ KMCT ആശുപത്രിയിലും അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോലീസിനോടാണ് പെൺകുട്ടി തനിക്ക് സംഭവിച്ച ദുരവസ്ഥ വ്യക്തമാക്കിയത്. തുടർന്ന് കേസെടുത്ത പോലീസ് നിലവിൽ പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. പ്രതികളായ ദേവദാസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ റിയാസ്, സുരേഷ് എന്നിവർ നിലവിൽ ഒളിവിലാണ്. മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നാറികള് മുങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ പൊങ്ങുക എപ്പോഴാണെന്നറിയോ? മുൻകൂർ ജാമ്യം അപേക്ഷിച്ച് ആ മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം ഇവർ പൊന്തും. അതിന്റെ മുന്നേ ഈ നാറികളെ പൊക്കി നല്ല ശരിക്കും ഈർക്കള് പച്ച ഈർക്കളി അങ്ങ് എടുത്ത് അവന്റെ സുനേര് കുത്തി അങ്ങ് കയറ്റി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇനി പൊന്തരുത് ആ നാറിയുടെ ഒരു തേങ്ങ. വൃഷ്ണങ്ങളുടെ ഇടയിലെല്ലാം പലക വെച്ച് അടിച്ചങ്ങോട്ട് പരത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചത്താലത് പൊന്തൂല. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ പെങ്ങന്മാര്, അമ്മ, നമ്മുടെ ഭാര്യ, എല്ലാവരും എന്തിന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരികളെ എല്ലാവരും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എവിടെയെങ്കിലും തൊഴിലിടങ്ങളിൽ ഇത്തരം വൃത്തികേടുകൾ അനുഭവിക്കുകയാണെന്ന് ഉടനെ തന്നെ അത് അറിയിക്കുക, പോലീസിൽ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക. കിട്ടേണ്ടത് അവർക്ക് കിട്ടുമ്പോൾ അവരങ്ങ് അവസാനിപ്പിച്ചോളൂ ഈ ഒരു പരിപാടി. ആ പെൺകുട്ടിക്ക് 3 മാസത്തിന്റെ ഇടയിൽ ഇങ്ങനെ വൃത്തികെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്ര വലിയ രീതിയിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെയാണ് പെൺകുട്ടി റൂമിൽ PUBG കളിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പോസിറ്റ് ആള് പറഞ്ഞു കേട്ടില്ല, എന്താ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെൺകുട്ടി ചീറി പൊളിച്ചൊരു ഗെയിം മാറീനൊക്കെ എന്താ ചെയ്യേണ്ടത്? എനിക്കിത് കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു. ആ വീഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോഴേ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവല്ലേ. ചീർണത് ഭയങ്കരമായിട്ട് നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് പെൺകുട്ടി ചീർന്നത്. ബഹളം വെച്ചാൽ തീർക്കും, ബഹളം വെച്ച് കഴിഞ്ഞാൽ നീ നാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെയുള്ള റെസിഡൻസികളിലൊന്നും ഇത്തരം റൂം വാടക കൊടുക്കുന്ന ഇതിലൊന്നും പെൺകുട്ടികളെ നിങ്ങൾ പോവരുത്. ദയവ് ചെയ്ത് പോവരുത്. അവിടെ ഇങ്ങനത്തെ വൃത്തിയുടെ പരിപാടികളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് പറയാൻ പോലും കഴിയില്ല. പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ദയവ് ചെയ്ത് പോലെ. കാരണം ഒരു സുരക്ഷയും ഉണ്ടാവില്ല, മറ്റുള്ള ആളുകൾ ഉണ്ടാവില്ല. സൂപ്പർ മാർക്കറ്റിൽ ജോലി എടുക്കുന്ന പോലെയല്ല. ഇവിടെ ആളുകൾ വളരെ കുറവായിരിക്കും. കൂടുതലും വരുന്ന ആളുകൾ ആ വൃത്തികെട്ട പരിപാടിക്കൊക്കെ തന്നെയാണ്. പിന്നെ ദൂരെ യാത്രകൾക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ അറിയാണ്ട് ചിലപ്പോൾ ഇത്തരം ലോഡ്ജുകളിൽ പോയി റൂം എടുത്തിട്ട് അവിടെ ഒളിക്യാമറയുടെ ഇടയിൽ പെട്ടിട്ടൊക്കെ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾ കണ്ടിട്ടല്ലേ. ഇവിടെ വേണ്ടത് മാറ്റി എഴുതപ്പെടേണ്ടത് നിയമങ്ങൾ തന്നെയാണ്. ആ പെൺകുട്ടി അതിന്റെ മുകളിൽ ചാടിയതാണോ ഇവർ കൊണ്ടുപോയി ഇട്ടതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ നിയമം മാറ്റുക തന്നെ വേണം. സ്പോട്ടിൽ തീർക്കാനുള്ള നിയമങ്ങൾ തന്നെയാണ് വരേണ്ടത്. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഇത്തരം നാറികളെ എന്തിനു വെച്ച് പൊറപ്പിക്കണം? തീർത്ത് കളഞ്ഞുകൂടെ? പിന്നെയും നമ്മുടെ ഒക്കെ നികുതി പണം എടുത്ത് ഈ നാറികൾക്ക് തിന്നാൻ കൊടുത്ത് തീറ്റിപ്പോറ്റി ഗോവിന്ദച്ചാമിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഇവര് ഇങ്ങനെ പോയ ആളാ തടിച്ച് വീർത്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് പുറത്തു വരുന്നത്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ തന്നെ ആയിരിക്കണം. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒഴിച്ചൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് പോലെ ആവല്ലേ. ഇവനൊക്കെ കൈ കിട്ടിനങ്ങ ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത ജനങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ. എന്തായാലും ആ നാറികളുടെ ഫോട്ടോയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അടുത്ത വീഡിയോ നിർബന്ധമായിട്ട് ഞാൻ ഉൾപ്പെടുത്തും. പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും. അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.